ചന്നം പിന്നം പെയ്തുകൊണ്ടിരിക്കുന്ന തിരഞ്ഞെടുപ്പ് ആവേശത്തിൽ ഇന്ന് കുരുതിക്കളത്തിലേക്ക് ഇറങ്ങുന്നത് 102 മണ്ഡലങ്ങളാണ്. ഈ തിരഞ്ഞെടുപ്പ് വസന്തത്തിൽ ഏറ്റവും കൂടുതൽ കേട്ട പേര് അത് EVM എന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ കുറിച്ചുള്ള വാർത്തകളുമാണ്. ഇലക്ട്രോണിക് വോട്ട് യന്ത്രത്തിലെ മുഴുവൻ VVPAT രസീതുകളും എണ്ണണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയിൽ സുപ്രീം കോടതി വാദം തുടരുകയാണ്. അതിനിടയിൽ വോട്ടിംഗ് ദിവസവും വന്നെത്തിക്കഴിഞ്ഞു. കാസർഗോഡ് മണ്ഡലത്തിൽ ബുധനാഴ്ച നടന്ന മോക്ക് പോളിംഗിൽ BJP സ്ഥാനാർത്ഥിക്ക് കൂടുതൽ വോട്ട് ലഭിച്ചത് ആരോപണമുയർന്നതും EVMിലുള്ള പ്രതിപക്ഷങ്ങളുടെ സംശയത്തിന്റെ ആഴം കൂട്ടി. EVMിനെ പ്രതിക്കൂട്ടിൽ നിർത്തിയ സംഭവങ്ങളുടെ തുടക്കം ഇതാണ്. കോൺഗ്രസ് തോൽവി ഏറ്റുവാങ്ങിയ മധ്യപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പോസ്റ്റൽ ബാലറ്റുകളിലെയും EVMകളിലെയും ട്രെൻഡ് വെച്ച കോൺഗ്രസ് നേതാവ് ദിഗ്വിജയ് സിംഗ് ആണ് ഏറ്റവും ഒടുവിൽ ഈ സംശയം ഉന്നയിച്ചത്. ആകെയുള്ള 230 സീറ്റുകളിൽ 190 പോസ്റ്റൽ ബാലറ്റ് വോട്ടെണ്ണിയപ്പോൾ കോൺഗ്രസിനായിരുന്നു ലീഡ്. എന്നാൽ EVM എണ്ണിയപ്പോൾ കീഴ്മേൽ മറിഞ്ഞു. ഇതെങ്ങനെ സംഭവിക്കുമെന്ന ചോദ്യമാണ് അദ്ദേഹം ഉന്നയിച്ചത്. 100% EVM വിശ്വസനീയമാണെന്ന് തെളിയിക്കാനായി VVPAT എണ്ണണം എന്ന ആവശ്യം സജീവമായി ഉയർന്നതോടെ വോട്ടെണ്ണുമ്പോൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനൊപ്പം 100% VVPAT രസീതുകൾ കൂടി എണ്ണണം എന്ന ആവശ്യം ഉന്നയിച്ചുള്ള ഹർജിയിൽ സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷന് നോട്ടീസ് അയച്ചു. ഒരു ലോക്സഭാ മണ്ഡലത്തിലെ 5 ബൂത്തിലെ VVPATകൾ മാത്രം എണ്ണുന്ന രീതിയിലാണ് നിലവിൽ തുടരുന്നത്. എന്നാൽ ഇതിനു പകരം VVPATകൾ പൂർണ്ണമായും എണ്ണണമെന്നും സ്ലിപ്പുകൾ ബാലറ്റ് ബോക്സിൽ നിക്ഷേപിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സാമൂഹിക പ്രവർത്തകനായ അരുൺ കുമാർ അഗർവാൾ സമർപ്പിച്ച ഹർജിയിലായിരുന്നു സുപ്രീം കോടതിയുടെ നടപടി. 2023 മാർച്ചിൽ സമാനമായ ആവശ്യമുന്നയിച്ച് അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് എന്ന സംഘടനയും സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. ആ ഹർജിയുമായി ചേർത്ത് വെച്ചുകൊണ്ടാണ് ജസ്റ്റിസ് BR ഗവായ്, സന്ദീപ് മേത്ത എന്നിവരടങ്ങിയ ബെഞ്ച് തീരുമാനമെടുക്കുന്നത്. വോട്ടിംഗ് സുതാര്യമാക്കുവാനായി കഴിയുമെങ്കിൽ 100% അത് സാധിക്കാത്ത പക്ഷം 50% VVPAT സ്ലിപ്പുകളെങ്കിലും എണ്ണണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രതിപക്ഷം. VVPAT സ്ലിപ്പ് പെട്ടിയിൽ തന്നെ വീഴുന്നതിന് പകരം അത് വോട്ടർക്ക് കൈമാറിയ ശേഷം പ്രത്യേകം സ്ഥാപിച്ച ബാലറ്റ് പെട്ടിയിലേക്ക് വോട്ടർ തന്നെ നിക്ഷേപിക്കുന്ന തരത്തിൽ മാറ്റം കൊണ്ടുവരണമെന്നും 100% സ്ലിപ്പുകളും എണ്ണണമെന്നും ഇന്ത്യ സഖ്യം 2023 ഡിസംബറിൽ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ രീതിയെ പിന്തുണച്ചില്ല. EVMിനെ 99% വിശ്വസിക്കാം എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാദം. പ്രതിപക്ഷത്തെയും കുറ്റം പറയാൻ കഴിയില്ല. കാരണം EVM സ്ഥാപകർ കേന്ദ്ര സർക്കാർ ശിങ്കടികളുടെ കമ്പനിയാണെന്ന് കൂടി ഓർത്തുവെക്കുക. എന്തായാലും ഇത്തവണത്തെ ഇലക്ഷൻ റിസൾട്ട് വരുന്നതോടുകൂടി അടുത്ത ഇലക്ഷനിൽ EVM വേണോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും.